ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ ഒരു പാനിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുത്ത് അതിലേക്ക് പനീർ. അപ്പം ഇന്നത്തെ ഡിഷ് പനീറിൻ്റെ ഒരു റെസിപ്പി ആട്ടോ. പനീർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഇതേപോലെ ഒന്ന് നമ്മൾ റെഡിയാക്കി മാറ്റി വെക്കുന്നു. ഓക്കെ, ആ സമയം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച അതേ പാനിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചോപ്പ് ചെയ്ത ഒനിയൻ, ഒരൊറ്റൊരു ഒനിയനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കുന്നു. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിപ്പൊടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു 4-5 പീസ് ഗ്രീൻ ചില്ലിയും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പൈസസിന് വേണ്ടിയിട്ട്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വളരെ കുറഞ്ഞ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പം മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാവും. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് അല്പം കുക്കിങ്ങിൻ്റെ ക്രീം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ സാധനം. അങ്ങനെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുന്നേ റെഡിയാക്കി വെച്ച പനീറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നന്നായി അടിപൊളിയായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വീണ്ടും വളരെ ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് മല്ലിച്ചപ്പൊക്കെ ഇട്ട് നമുക്ക് സെറ്റായി എടുക്കാം. ഗൈസ്, ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് അറിയിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.